ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം എന്ന് വന്നേക്കും നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാൻ സംഗതിയാക്കട്ടെ. അതിനായി നമുക്ക് ദൈവങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു മനോഹരമായ ഒരു ദിവസം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്തതിനായ ദൈവത്തിന് സ്തുതി, ദൈവത്തിൻ്റെ മഹത്വം. തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആലോചനകളുമെല്ലാം നമുക്ക് ബലവും ധൈര്യവുമായി നമുക്കിടെ അന്തരംഗത്തിലത് പരിവർത്തനം ചെയ്ത് രൂപാന്തരപ്പെടുത്തി നമ്മളെ ദൈവഹിതപ്രകാരമുള്ള വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവിക സാക്ഷ്യങ്ങൾ നമ്മൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. 91 സങ്കീർത്തനം നമുക്ക് ഓരോന്നും ചിന്തിക്കുമ്പോഴും വളരെ ആഴമേറിയ ചിന്തകളും ധ്യാനങ്ങളും നമ്മളെ ബലപ്പെടുത്തുന്ന ആശ്വാസത്തിനും പ്രബോധനത്തിനുമാണ് നാം ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുന്നത്. തർജ്ജനത്തിനുണ്ട്, അതിനകത്ത് പ്രബോധനമുണ്ട്, തർജ്ജനമുണ്ട്, ആശ്വസിപ്പിക്കലുണ്ട്, എല്ലാം ദൈവജനത്തിലുണ്ട്. നമ്മൾ ഇന്നലെ കുറച്ച് വാക്യങ്ങൾ ചിന്തിക്കാൻ, എന്നാൽ 5-ാമത്തെ വാക്യത്തിലാണ് 5-6 നമ്മൾ നിന്നു. രാത്രിയിലെ ഭയത്തെയും പകൽപ്പന അസത്യവും ഇരട്ടിച്ചിരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് പേടിക്കുവാനില്ല. തുടർന്ന് 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിൻ്റെ യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. ഇവിടെ പറയാണ്, നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. നമ്മൾ ഇതിൻ്റെ വേർതിരിവ് കാണണമെങ്കിൽ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നതിന് ദയ ചുറ്റിക്കൊള്ളും എന്ന് പറയുന്നുണ്ട്. ഒരു പ്രശ്നങ്ങൾ വരും, കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ അപായ സൂചനകൾ അല്ലെങ്കിൽ അപകട മുൻ സൂചനകൾ സ്വീകരിക്കുന്നവർ രക്ഷപ്പെടുന്നതായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവർ അപായപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലയിടത്ത് ചില സൈൻ ബോർഡ്സ് ഉണ്ട്, ഇത് ഈ മേഖല കടക്കരുത്, അല്ലെങ്കിൽ ഇവിടെ തുടരുത്, ഇത് അപകട മേഖലയാണ്, ഇതിൽ അപായമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അത് ലംഘിച്ചാൽ അപകടം സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവം എല്ലാവരും സംരക്ഷിക്കുവാൻ സന്നദ്ധനാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ പ്രവേശിക്കാതെ അത് അകന്നു പോകുന്നവർക്ക് അത് കോമൺ ആയിട്ട് സംഭവിക്കുമ്പോൾ അതിൽ ബാധിക്കപ്പെട്ടു പോവുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ അവർ ഗോശൻ ദേശത്ത് ചെന്ന് പാർക്കുക. യോസഫിൻ്റെ കാലത്തല്ലേ, അവർ ക്ഷാമമുണ്ടായിട്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. മിസ്രൈം എന്ന് പറയും, ഈജിപ്തിലേക്ക് പോകുന്നു. അവിടെ യോസഫിന് മന്ത്രിയായിട്ട് സഹോദരങ്ങൾക്ക് വെളിപ്പെടുന്ന ആ സംഭവങ്ങൾ നമുക്കറിയാം. എന്നിട്ട് അവിടെ ഈ ഇസ്രായേൽ ഗോത്രം മുഴുവനും അവിടെയാണ് പിന്നെ തുടർന്ന്. അങ്ങനെ 400 സംവത്സരം അങ്ങനെയാണ് അവിടെ പാർക്കാനിട വന്നത്. ഈ ക്ഷാമം കാരണമാണ്. അവിടെ പാർക്കുമ്പോൾ ഈ 400 സംവത്സരം കഴിഞ്ഞതിന് ശേഷം മോശ മുഖാന്തരം ഇവരെ വിടുവിക്കാൻ അവിടെ അയക്കുമ്പോൾ ഫറവോൻ ഹൃദയം കഠിനമാക്കാൻ അവർ വിട്ടയക്കുന്നില്ല. അപ്പോൾ ദൈവം 10 ബാധ അയക്കുന്നുണ്ട് ഇവരെ വിടുവിക്കാനായിട്ട്, ദൈവത്തിൻ്റെ കരം കാണിക്കാൻ, ദൈവത്തിൻ്റെ ശക്തി കാണിക്കാൻ. അവർക്ക് രൂപാന്തരപ്പെടാനുള്ള, ഫറവോനൊക്കെ മനസ്സ് മാറാനുള്ള സമയം കൂടിയാണ് ദൈവം കൊടുക്കുന്നുണ്ട്, ഒത്തിരി അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ, നായിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഇരുട്ട് വരുമ്പോൾ എല്ലാം ഇസ്രായേലി കൂടാരങ്ങൾ അതൊന്നുമില്ല. മറ്റുള്ള എല്ലായിടത്തും അന്ധകാരമാണ്, കൂരിരുട്ടാണ്. പക്ഷേ ഇസ്രായേലിൽ കൂടാരം അവർക്ക് വെളിച്ചമായിരുന്നു. ഒരു സെപ്പറേഷൻ എല്ലാറ്റിലും കാണുക. ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. ആ ദേശത്ത്, ഗോശൻ ദേശത്തെ ദൈവം സംരക്ഷിച്ച് ദൈവത്തിൻ്റെ പരിപാലനയിൽ ദൈവം ബാക്കി വെച്ചിരിക്കുക. പ്രശ്നങ്ങളെല്ലാം ബാധിക്കുന്നത് പുറത്തുള്ള. അതുപോലെ ഈ മഹാമാരിയൊക്കെ, അതായത് കൽമഴയൊക്കെ പെയ്യുമ്പോൾ മോശ മുഖാന്തരം തന്നെ ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ ദാസികളോ അവിടെ കന്നുകാലികളെയൊക്കെ നിങ്ങൾ പുറത്തുള്ളവരൊക്കെ കയറ്റിക്കൊള്ളാനൊക്കെ പറയുന്നുണ്ട്. അവർക്കും വാണിംഗ് കൊടുക്കുവാണ്. പക്ഷേ ചിലരൊക്കെ അനുസരിച്ച്, ചില അനുസരിച്ചില്ല. അനുസരിച്ചവർക്ക് അത് അനുഗ്രഹമായി തീർന്നു. ഒരു മിസ്രൈമർ തന്നെയാണ്, അവരുടെ കന്നുകാലികളെയും ഒക്കെ അവർക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റി. എന്നാൽ കാണിച്ചവർ അവർക്കെല്ലാം നഷ്ടമായി. അവർക്ക് തന്നെ അതിനുള്ള രക്ഷയ്ക്കുള്ള മുഖാന്തരങ്ങൾക്ക് ദൈവം ഒരുക്കി കൊടുക്കുന്നതായിട്ട് കാണുന്നതാണ്. അപ്പോൾ ദൈവം എപ്പോഴും കരുണാമയനാണ്. ദൈവം പാർഷ്യാലിറ്റി ഉണ്ടോ? ഇല്ല, ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. പക്ഷെ മനുഷ്യൻ തന്നെ ആ വിവാഹിതയിലേക്ക്, മനുഷ്യൻ ശത്രുപക്ഷത്ത് ചേർന്ന് അവൻ തന്നെ ആ തിന്മയിലേക്ക് പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നവൻ, ആ സ്നേഹമാണ്. ആ സ്നേഹം തിരിച്ചറിയാൻ. അപ്പോൾ ചിലതൊക്കെ പറയുമ്പോൾ ചിലത് ശാസിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. സ്നേഹമുള്ളവർ ചിലതെല്ലാം നമുക്ക് തുറന്ന് നമ്മളോട് പറയും. അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ഉപദേശങ്ങളോ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല.
പക്ഷെ അതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന സ്നേഹമാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് അത് പറയുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞതിലൂടെ പറയുകയാണ്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അപ്പം അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് വരുന്നത് എന്തെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അവരതനുസരിക്കാത്തത് കൊണ്ടാണോ, അവരാ ഷെൽട്ടറിലേക്ക് കയറാത്തത് കൊണ്ടാണോ നമുക്കറിയത്തില്ല. അവരതിനെ അവഗണിച്ചത് കൊണ്ടാണോ, അവഗണന ആ ആപത്തിലേക്ക് അവരെ നയിച്ചതായിരിക്കാം. പക്ഷേ നീ അത് കാണും, പക്ഷെ നിനക്ക് അപകടം സംഭവിക്കത്തില്ല. നീ ദൈവത്തിൽ ആശ്രയിച്ചു. കാരണം ആരംഭം മുതൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ വസിക്കുകയും ദൈവത്തിൽ പാർക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയെക്കുറിച്ചാണല്ലോ. അപ്പോൾ നിനക്ക് ഒരു അനർത്ഥവും, നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും. അപ്പോഴും നമ്മൾ ഭയപ്പെടരുത്. ദൈവം എന്നോട് കൂടെ ഇരിക്കും, ദൈവം എന്നെ നടത്തുമെന്നുള്ള ധൈര്യം അവിടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. വളരെ മനോഹരമായൊരു ചിത്രമുണ്ട്, പെയിൻറ്റിങ്സ്. അത് ഈ ജോണി എറിക്സൺ ടാഡ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ജർമ്മനിയിലുള്ള ഒരു ഇതാണ്. അവർ കഴുത്തിൻ്റെ താഴത്തോട്ട് തളർന്നു പോയൊരു ജീവിതമാണ്. വീൽ ചെയറിലാണ് അവരുടെ ജീവിതം മുഴുവനും നയിക്കപ്പെടുന്നത്. നല്ലൊരു യുവതിയായിരുന്നു. അതൊരു ഈ നീന്തൽ കുളത്തിൽ സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിച്ച് അങ്ങനെ തളർന്നു പോയതാണ്. അന്ന് വരെയും തുടർന്ന് അവർ സന്ദർശിച്ച ഒരു സുഹൃത്ത്, അപ്പോൾ അവർ വീൽ ചെയറിലായിപ്പോയി. തുടർന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് യേശുവിനെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിച്ചതും ദൈവവിശ്വാസത്തിലേക്ക് വരുന്നതും. അവരുടെ ശരീരം തളർന്നു, പക്ഷെ മനസ്സും ആത്മാവും എല്ലാം ഉണർന്നു. ഒരു പുതിയൊരു ജീവിതമായിട്ട് മാറി. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അവർ ഭയങ്കര പ്രത്യാശയോടെ അവർ ഒരു മിനിസ്ട്രിയൊക്കെ നടത്തുന്നുണ്ട്. ഡിസേബിളായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള മിനിസ്ട്രിയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളവരെ പരിചരിക്കുന്ന കേന്ദ്രങ്ങളും അവർ തുടങ്ങിയിട്ടുണ്ട്. ധീരവനിതയായിട്ട് ജോണി എറിക്സൺ ടാഡ എന്ന് പറയും. അവിടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ഡെയിലി മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന 365 ദിവസത്തേക്കുള്ള ദിനംപ്രതിയുള്ള ധ്യാനങ്ങൾ എന്നൊക്കെ പുസ്തകത്തിൽ, അതിനകത്ത് ഓരോ പേജസിൽ അവർ വരച്ചിരിക്കുന്ന പടങ്ങളാണ്. അപ്പോൾ അവർ കൈ ചരിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവർ ചുണ്ടുകൊണ്ട് വരയ്ക്കും. ചുണ്ടിൽ ബ്രഷ് പിടിച്ചിട്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കും. അത് വെറുതെ ചിത്രങ്ങളല്ല, ഓരോന്നും ഓരോ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ചിലത്, ഒന്ന് ഒരു കൂടിനകത്തൊരു തത്തയിരിക്കുന്നു, ഒരു കണ്ണാടി കൂട്, ഒരു കേജിൽ. പുറത്തൊരു പൂച്ച വന്ന് ഇങ്ങനെ മുരളുകയോ എന്തൊക്കെ ചെയ്യാം. ആ ചിത്രമാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ തത്തി അതിനകത്ത് ഇരുന്ന് പാട്ട് പാടുകയാണ്. കാരണം പൂച്ച ഈ തത്തമ്മയെ പൂച്ച എന്നൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പോൾ ഒരു ശത്രുക്കളായിട്ടാണ് അത് കാണുന്നത്. തത്തമ്മയുടെ ഏറ്റവും വലിയ ശത്രുവാണ് പൂച്ച എന്ന് പറയുന്നത്, കാരണം പൂച്ച പിടിക്കുവാനെ. പക്ഷെ ഇതിനകത്തിരുന്ന് പാടാനായിട്ട് കാരണം ഇതിന് നിർഭയത്വമാണ്. കാരണം അത് ആ കേജിനകത്താണ്, കൂടിനകത്താണ്, സുരക്ഷിതമാണ്. അതിന് പുറത്ത് പൂച്ചയൊക്കെ വന്നിരിക്കുന്നതും ഒക്കെ നോക്കുന്നതൊക്കെ അതിന് കാണാം. പക്ഷെ അതിനറിയാം, ഈ യജമാനൻ എനിക്ക് തന്നിരിക്കുന്ന ഈ കേജ് ഭേദിച്ച് ആ പൂച്ചയ്ക്ക് ഇതിനകത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അതിന് സാധിക്കുകയില്ല എന്നുള്ള ആ ഉറപ്പാണ് ഈ തത്തയുടെ ധൈര്യം എന്ന് പറയുന്നത്. മറ്റൊരു ഇത് എന്ന് പറയുന്നത് ഇതേതുപോലെ തന്നെ വേറൊരു ചിത്രം. അതിനകത്ത് ഒരു ഫിഷ് ടാങ്കാണ്, ഒരു ഫിഷ് ബോട്ടിൽ പോലത്തെ ഇങ്ങനെ അക്വേറിയം ചെറിയത്. അതിനകത്ത് ഇങ്ങനെ മത്സ്യം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, സ്വതന്ത്രമായി സഞ്ചരിക്കുകയാണ്. പുറത്ത് ഒരു പൂച്ച ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതിന് ഭയമില്ല. പൂച്ച ഇതിനെ പിടിക്കുമെന്ന് തന്നെ അറിയാം, പക്ഷേ അത് പിടിക്കാൻ പറ്റുകയില്ല. കാരണം ഇത് ആ സുരക്ഷിതത്വമാണ്. ഒരു കണ്ണാടി, അതിന് ഒരു കണ്ണാടി സംരക്ഷണമുണ്ട്, അതിന് പ്രൊട്ടക്ഷനുണ്ട്. അതാണ് ജീവിത വിപരീത സാഹചര്യങ്ങളിലും നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ, പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുന്ന ഈ ദൈവത്തിൻ്റെ ഉറപ്പാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉറപ്പ്. എന്നെ സന്ദർഭ പറഞ്ഞെന്ന് മാത്രമുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ തൽക്കാലം അവർ ജയിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ദുഷ്ടന്മാരുടെ മരണത്തിൽ ദൈവത്തിന് ലേശം പോലും താല്പര്യമില്ല. ദുഷ്ടൻ തൻ്റെ ദുഷ്ട വഴികളെ വിട്ടുതിരിഞ്ഞ് രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് യെരമ്യാപ്രവാചകനും യെശയ്യാപ്രവാചകനും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവർക്ക് ദൈവം അവസരങ്ങൾ കൊടുക്കും. ആ അവസരങ്ങൾ അവർ ഇത് അതിലംഘിച്ചു കൊണ്ട് പോകുമ്പോൾ അത് സമൂഹത്തിനും മറ്റുള്ളവർക്കും ദോഷമായി തീരുമ്പോൾ അവർക്ക് അപായങ്ങൾ സംഭവിക്കും. ദൈവം അതിനെ അനുവദിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ തിന്മ മുഖാന്തരം ഒരു സമൂഹത്തെയോ പട്ടണം മുഴുവനും നാശത്തിലേക്ക് പോകാൻ ദൈവം സമ്മതിക്കുകയില്ല.
ആ മനുഷ്യന് വാണിങ്സ് കൊടുക്കും, ആ മനുഷ്യന് മുൻ സൂചനകൾ കൊടുക്കും, അപായ സൂചനകൾ കൊടുക്കും, ഉപദേശങ്ങൾ കൊടുക്കും, സന്ദർഭങ്ങൾ കൊടുക്കും. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം നമ്മൾ കാണുമെന്ന് പറയും. ദുഷ്ടന്മാർക്ക് പ്രതിഫലം കാണും. തുടർന്ന് പറയുകയാണ്, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അപ്പോൾ യഹോവേ നീ എൻ്റെ സങ്കേതമാകുമെന്ന് പറയുകയാണ്. പിന്നെ പറയാണ്, ഇത് ഒരു മറ്റൊരു വ്യക്തി പറയുന്നില്ല, നീ അത്യുന്നതനെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുക. നമുക്ക് തരുന്ന പ്രോമിസാണ്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല, നിൻ്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഒരു ബാധയും അപ്പോൾ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടെ നടക്കില്ല. ബാധകൾ എന്നൊക്കെ പറയുന്ന ഈവിൾ ഫോഴ്സസിൻ്റെ ഇതാണ്, അതൊക്കെ റിയലായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. പല മതങ്ങളിലും ഉണ്ടല്ലോ ഈ ബാധ കൂടി, അങ്ങനെ ദുരാത്മാവ് ബാധിച്ചു, അങ്ങനെ ഓരോന്നും ഉണ്ട്. ദുഷ്ടതകളുടെ ഈ തിന്മയുടെ ശക്തി കൊണ്ട് ദുഷ്ടത ചെയ്യുന്നവരുണ്ട്, മന്ത്രങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെയുണ്ട്. പക്ഷേ ഒരു ദൈവവേദന ഇതൊന്നും ബാധിക്കുകയില്ലെന്നാണ് പറയുന്നത്. ഇതൊന്നും ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. കൂടാരം നമ്മൾ ദൈവത്തിൻ്റെ കൂടാരം അല്ലേ, നമ്മളാണ് ദൈവത്തിൻ്റെ കൂടാരം, മൺകൂടാരം. ഈ മൺകൂടാരം പൊളിഞ്ഞു പോയാൽ എന്നൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മുടെ കൂടാരത്തിൽ ഇതൊന്നും ഒരു ബാധയും എടുക്കുകയില്ല, നിൻ്റെ എല്ലാ വഴികളും നിന്നെ കാക്കണം, നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. എന്നാൽ ഈ വാക്യം തെറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ഇപ്പോൾ സാത്താൻ വരുന്നത്. ദൈവിക വാഗ്ദത്തങ്ങൾ തെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുവാനല്ല. നീ മന്ദിരത്തിൻ്റെ ദേവാലയത്തിൻ്റെ അഗ്രത്ത് ചാട്, അപ്പോൾ ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. അത് ചാടിയിട്ട് അങ്ങനെ കാക്കുന്ന അറിയാതെ നമ്മൾ വീണു പോകുമ്പോൾ മാലാഖമാർ സംരക്ഷിക്കും. അങ്ങനത്തെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അന്ന് വിവരിക്കാൻ സമയമുണ്ടെന്ന് അറിയത്തില്ല. ഒത്തിരി ഈ പേരൻസിൻ്റെ സാക്ഷ്യങ്ങൾ. ഒരു കുഞ്ഞൊക്കെ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വാഹനം വന്ന് ഇടിച്ചു അത് അടിയിലായിപ്പോയി എന്നെല്ലാവരും കരുതി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഉടനെ പിന്നെ ആ കൊച്ചിനോട് ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ഏതോ ഒരു അങ്കിൾ വന്നിട്ട് കൈക്ക് പിടിച്ച് വലിച്ചപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്നാ വേഷം, വൈറ്റ് ആൻഡ് വൈറ്റ്, നല്ലൊരു ഗ്ലോറിയസ് ഒരു ഇത് ഉണ്ട്. ആ കൊച്ചു പറയുകയാണ്, എന്നെ കൈക്ക് പിടിച്ച് അപ്പുറത്തേക്ക് പെട്ടെന്ന് എന്നെ അങ്ങോട്ട് എടുത്ത് മാറ്റിയെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ. വൃദ്ധരായവരുടെ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ഒരു വിജനമായൊരു പ്രദേശത്ത് അവർ എന്നെ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. വിജനമായ സ്ഥലത്ത് ടയർ പഞ്ചറാകുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അസ്വസ്ഥമാകുകയാണ്. രാത്രിയായി, അവരേതോ മീറ്റിങ്ങിന് പോയിട്ട് വരുന്ന ഒരിതാണ്. അപ്പോൾ അവരിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ വിജനപ്രദേശത്ത് എന്നെ ആരുണ്ട് സഹായിക്കാനെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരു വണ്ടി വരികയാണ്. വേറൊരു വണ്ടി വന്നു, അവർ ശ്രദ്ധിക്കാതെ കടന്നുപോയി. വേറൊരു വണ്ടി വരിക, ഒരു പഴയ കാലത്തെയുള്ള ഒരു വണ്ടി, നല്ല ആക്ടിവ്മുള്ള ഒരു നല്ല വണ്ടിയാണ്. ആ വണ്ടി വന്ന് നിന്നു. അതിൽ നിന്നൊരു ചെറുപ്പക്കാരിറങ്ങുക. കണ്ടപ്പോൾ നല്ല ഫെമിലിയർ ഫേസ്, നല്ല പരിചയമായിരുന്നു പോലെ. എന്നിട്ട് ചോദിച്ചെന്താ ടയർ പഞ്ചറായി. ഉടനെ ആ വ്യക്തി തന്നെ വന്ന് ആ ടയർ മാറ്റി ബാക്കിലുണ്ടായിരുന്ന സ്റ്റെപ്പിൻ്റെ ടയർ എടുത്ത് അത് ഫിറ്റ് ചെയ്ത് കൊടുത്തു, എല്ലാം ഫിറ്റ് ചെയ്തു. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോഴെല്ലാം ഈ അമ്മച്ചി ഈ മോൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോഴെല്ലാം പരിചിതമായ മുഖം. ആ മോൻ ഇടയ്ക്ക് ഇങ്ങനെ തല ഉയർത്തി ഒന്ന് ചിരിക്കും, എന്നിട്ട് പിന്നെ പണി തുടരും. അങ്ങനെ എല്ലാം മാറ്റിയിട്ട് എല്ലാം വെച്ചിട്ട് ഓക്കെയൊക്കെ പറഞ്ഞിട്ട് പോയി. ആ കാറിലേക്ക് കയറിയിരുന്നു. അമ്മച്ചി പിന്നെ നോക്കുമ്പോൾ ആ കാറ് പിന്നെ കാണുന്നില്ല. ആ കാർ അപ്രത്യക്ഷമായി. ആ കാർ എങ്ങോട്ട് പോയി? ഒരു സവിശേഷമായ ഒരു കാറാണെന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വന്നാണ്, മനുഷ്യവേഷത്തിൽ വന്ന് ഈ അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അവർ യാത്ര തുടരുകയാണ്. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ അവിടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. അല്ലാതെ ചാടിയിട്ട് രക്ഷിക്കണമേ, ദൈവമുണ്ട്. ഒരു നിരശ്വരവാദി പറഞ്ഞത്, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ ഇത്ര മണിക്ക് എന്തൊക്കെ എന്നെ അടിക്കുവാണെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. അവനെ അടിച്ചിട്ടാണോ ദൈവം ഉണ്ടെന്ന് തെളിയിക്കേണ്ടത്? ഇങ്ങനെ മണ്ടന്മാരുണ്ട്. ഇപ്പോൾ ഒരു സമ്മേളനം നടന്നു എന്ന് പറയുന്നുണ്ട് മലപ്പുറത്ത്. അവിടെ ഇത് അപകടം നടന്ന, വയനാട്ടിൽ അപകടം നടന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നത്, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്ന്, ഈ ഉരുൾപൊട്ടൽ എന്തുകൊണ്ട് സംഭവിച്ചു? അവർ ചോദ്യങ്ങളാണ്. ഇത്ര നാളെ നന്മ വന്നപ്പോൾ ദൈവം എന്തുകൊണ്ട് ഈ നന്മ ചെയ്യുന്നു എന്ന് അവൻ ചോദിക്കത്തില്ല. അനർത്ഥം വരുമ്പോൾ മാത്രം ദൈവത്തിന് മേൽ പഴിചാരുക. നമുക്ക് ഒന്ന് വിശ്വസിക്കാം. ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. ദൈവം റിയലാണ്, ദൈവം യാഥാർത്ഥ്യമാണ്. ദൈവത്തെ അനുഭവിക്കാം, ദൈവ ആശ്രയത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സുരക്ഷിതമായി, ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ. ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ കുഞ്ഞു ബുദ്ധിയിലോ ചിന്തയിലോ ഒന്നും ഒതുക്കാത്ത സർവശക്തനായ അണ്ടകടാകത്തെ മുഴുവനും ചമച്ച പ്രപഞ്ച സൃഷ്ടാവാ ദൈവമേ, ഞങ്ങൾക്ക് അങ്ങേ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങ് വ്യാപരിച്ച് ആ വിശ്വാസത്തെ ഞങ്ങൾ ഉറപ്പിക്കണമേ. ധൈര്യത്തോടെ
അവിടുത്തെ സാക്ഷിപ്പാൻ ഞങ്ങൾക്കിടയായി തീരണമേ. ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കിടയായി തീരണമേ. ഇതുവരെയും തന്ന എല്ലാ കൃപകൾക്കായ സ്തുതി, നടത്തിയ എല്ലാ വഴികൾക്കായ സ്തുതി, എല്ലാറ്റിനായി സ്തുതി കർത്താവേ. സംരക്ഷണത്തിനായി സ്തുതി. തുറന്നതിൻ്റെ ചെറിയ ശരണം പ്രാപിക്കുന്നു. ഞങ്ങൾ കാത്തുകൊള്ളണമേ, തിരുനാമത്തെപ്പെടുത്തണമേ. ആമേൻ, ആമേൻ. എന്നെ അറിയുന്നൊരു നാഥനെന്റെ കൂടെയുണ്ടല്ലോ, എന്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. ഓളങ്ങളും തിരമാലയും ഏറി വന്നെന്നാൽ ആഴികളെ നിർമ്മിച്ചോനെൻ